ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയാണ് കേട്ടോ. അത് മഴക്കോട്ട് കഴിഞ്ഞ ദിവസം നനഞ്ഞിട്ട് വന്നപ്പോൾ ഞാനത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടാണേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഇവിടെ ഒരു റംബൂട്ടാൻ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഈ വീഡിയോ കാണുന്നടെ ഇവിടെ ഒരു റംബൂട്ടാൻ നിൽപ്പുണ്ട്. അപ്പം ഞാനത് എന്താ ചെയ്യുക, അതിൽ നിന്ന് പഴുത്ത് 2-3 നിൽപ്പുണ്ട്. അപ്പോൾ ഞാനത് നടത്ത് നോക്കാമെന്ന് ചോദിച്ചു. അപ്പൂട്ടിയാണെങ്കിൽ ട്യൂഷന് പോയിട്ട് അപ്പോൾ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. മീൻസ് അത് നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ സാറിൻ്റെ വീടാണ് കേട്ടോ. അത് നിന്ന് കഴിഞ്ഞാൽ കിളി കൊത്തി നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് അടർത്തിയെടുക്കാം. അടർത്തിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മധുരമൊന്നും ഉണ്ടാവത്തില്ല. ഞാനൊന്ന് അടർത്തിയായിരുന്നു കേട്ടോ. ഇന്നലെ ആണെന്ന് തോന്നുന്നു ഒന്ന് അടർത്തിയായിരുന്നു കേട്ടോ. പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് അടർത്തിയെടുക്കാം. ആണ്ടേ ഇത് കണ്ടോ ചെറുതായിട്ട് ചുമപ്പ് കളറിൽ വന്നു തുടങ്ങി. അത് കിളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പിട്ട് നമുക്ക് എടുക്കാം. കാരണം എല്ലാം കിളികൾ കൊണ്ടുപോയി. ഓരോ 5-6 നിൽപ്പുണ്ടേ. വേണ്ടേ ഇങ്ങനെ ഉണ്ടോ, ഇത് പഴുത്ത് വന്നു തുടങ്ങി. ഈ ഒരു കൊലയിൽ ഒരു 2 നിൽപ്പുണ്ട് പഴുത്തത്. അപ്പോൾ വേണ്ടേ ഇവിടെ 2 നിൽക്കുന്നത്, ഇവിടെ 2 നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല രീതിക്ക് പഴുത്ത് വന്ന് നിൽപ്പുണ്ട്. അത് നടത്തിയെടുക്കാം. ഇവിടെ ആയിരുന്നു ഉണ്ട്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിപ്പാണോ ഉണ്ടോ കേട്ടോ. ഒന്ന് ഞാൻ അടത്തി, കടുപ്പുണ്ട്. കടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തോടാണ് കേട്ടോ. ഞാൻ കടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ അടുക്കളയുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. ആ തോടിൻ്റെ ഒരു കടുപ്പുണ്ട് ഉണ്ടേ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പുളിപ്പൊന്നും ഇല്ല കേട്ടോ, നല്ല മധുരമാണ്. വരിക്കയാണ് കേട്ടോ, കൂഴല്ല വരിക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 3-4 നിൽപ്പുണ്ട്. അതിനെ ഇറത്തി അപ്പൊട്ടിക്കാൻ നമുക്ക് കൊടുക്കാം. ഞാൻ അതിറത്തി ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ കിച്ചൻ്റെ ബാക്കാണ് കേട്ടോ ഇത്. ഈ ജനൽ തുറന്നിട്ടിട്ടാണ് ഞാൻ ലൈവ് ഇടാനായിട്ട് ഇവിടെ വച്ചേക്കുന്നത്. പിന്നാണ്ട കിച്ചൻ്റെ കുറേ ബാക്കിൽ കുറേ കടികളും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പഴയ ഒരു വീട് പൊളിച്ചപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് ഞങ്ങൾ റെൻറ്റിനാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്, സ്വന്തം വീടല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പീനട്ട് ബട്ടർ പഴുത്തായിരുന്നു, അടത്തിയായിരുന്നു കേട്ടോ. പക്ഷേ 2-3 പച്ച നിൽപ്പുണ്ട്. ഇപ്പോൾ വീണനെ 2-3 പച്ച നിൽപ്പുണ്ടായിരുന്നു. ആണ്ടേ എല്ലാവരും പറയുന്നു അത് വലിയ രുചിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്. എന്തായാലും നമുക്ക് നോക്കാം. അത് കഴിച്ചപ്പോൾ ആരോ കൊതി വിട്ട്, അതുകൊണ്ടാണ് വിൽക്കിയത്. അപ്പോൾ അതാണ്ടേ ഞാനിതൊന്ന് ഈ റംബൂട്ടാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. പഴുത്തിരിക്കുക, നമുക്കിത് അടത്തിയെടുക്കണം. അടത്തിയൊരു അപ്പൊട്ടിക്ക് വരുമ്പോൾ അപ്പൊട്ടിക്ക് കൊടുക്കണം. അപ്പൊട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പഴുക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും പഴുക്കുന്നു നടത്തി ഉണ്ടേ. അപ്പം നമ്മൾ 4 അടത്തിയിട്ടുണ്ടേ. 2 അന്നമോക്കും 2 അപ്പൂട്ടിക്കും വേണ്ടിയിട്ട് അടത്തിയതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.